ശ്രീ സ്റ്റാലിൻ ദേവൻ, ഓരോ ദിവസം കഴിയുന്തോറും പുതിയ പുതിയ സ്ഥലങ്ങളിൽ സ്വത്തവകാശം സ്ഥാപിക്കുകയാണ് വഖഫ് ബോർഡ്. മുനമ്പത്ത് നിന്നും ചെല്ലാനത്ത് എത്തി, കൽപ്പാത്തി ക്ഷേത്രം, തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രം എല്ലാം വഖഫ് അധീനതയിലാണ്. ഇവർ എവിടെയൊക്കെ നിസ്കരിക്കാൻ പോയിട്ടുണ്ടോ അവിടമൊക്കെ അധീനതയിലാക്കിയിട്ടുണ്ട് എന്നാണ് പൊതുവിലുള്ള സംസാരം. വഖഫ് നിയമ ഭേദഗതിയല്ല, വഖഫ് കരി നിയമം തന്നെ റദ്ദാക്കുന്നതാവില്ലേ അഭികാമ്യം? അത്തരത്തിലും ചർച്ചകൾ പൊതുസമൂഹത്തിൽ, പൊതുമണ്ഡലത്തിൽ ഉയർന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വഖഫ് ആക്ട് അമെൻഡ് ചെയ്യുക മാത്രമല്ല അതല്ല ചെയ്യേണ്ടത്, എടുത്ത് ദൂരെ കളയണം. കാരണം നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നുണ്ട് ഇന്ത്യ ഒരു സെക്കുലർ കൺട്രി ആണ് എന്ന്. അതായത് എല്ലാ മതങ്ങൾക്കും തുല്യമായിട്ടുള്ള പരിഗണന. പക്ഷേ ഈ വഖഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബ്രാഞ്ചസ് ഓഫ് മുസ്ലിം ലോ ആണ്. അതായത് ഇത് മുസ്ലിം നിയമമാണ് വഖഫ് വരുന്നത്. എന്നിട്ട് വഖഫ് ആക്ടിൻ്റെ 107 പറഞ്ഞിരിക്കുന്നു, ഇതിലുള്ള നിയമങ്ങൾ, വഖഫ് ആക്ടിന് കീഴിലുള്ള നിയമങ്ങൾ മറ്റ് ഇന്ത്യ മഹാരാജ്യത്ത് വേറെ ഏതെങ്കിലും നിയമത്തിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ഓവർ റൈഡ് ചെയ്യും എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഭരണഘടനയെന്ന് പറയുന്നില്ല, ഭരണഘടനയാണ് നമ്മുടെ അടിസ്ഥാന നിയമം, അത് നിയമമാണ്. അപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള മറ്റെല്ലാ നിയമങ്ങൾക്കും മുകളിലായിരിക്കും വഖഫ് നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യ മഹാരാജ്യത്തെ ഒരു മുസ്ലിം രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമമാണ് ഈ വഖഫ് നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അതായത് നമുക്ക് പല നിയമങ്ങളുണ്ടെന്നാണ്. ഒന്ന് സെക്കുലർ നിയമങ്ങൾ, പിന്നെ വന്നിട്ട് പേഴ്സണൽ നിയമങ്ങൾ, പിന്നെ വന്നിട്ട് ക്രിമിനൽ നിയമങ്ങൾ. സെക്കുലർ നിയമങ്ങളും പിന്നെ ക്രിമിനൽ നിയമങ്ങളും എല്ലാവർക്കും തുല്യമാണ്. പേഴ്സണൽ നിയമങ്ങളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഈ സെക്കുലർ നിയമങ്ങൾ വച്ചിട്ട് വസ്തു സംബന്ധമായ കാര്യങ്ങളൊക്കെ അതിനടിയിൽ വരുന്നതാണല്ലോ. അതിനകത്ത് മുസ്ലിം ജൂറിസ്പ്രുഡൻസിൻ്റെ അടിയിലുള്ള ഒരു നിയമം കൊണ്ട് വന്നിട്ട് ഇത് മറ്റെല്ലാ നിയമങ്ങൾക്ക് മുകളിലായിരിക്കുമെന്ന് പറഞ്ഞാൽ ഏത് കണ്ണുപൊട്ടനും മനസ്സിലാവുന്നേ. അല്ലാതെ ഇതിനൊക്കെ ഒന്ന് ന്യായീകരിക്കാനും വഖഫ് ആക്ടിൻ്റെ പിന്നെ ഭരണഘടനാ പരമാണെന്ന് നമ്മുടെ അസംബ്ലിയിലുള്ള എല്ലാ MLA-മാരും പറഞ്ഞു. കാരണം എന്താണ്? അവർക്ക് അറിയാത്തത് കൊണ്ടല്ല. ഒരു സമുദായത്തിൻ്റെ വോട്ട് നമുക്ക് വേണം, അവരുടെ വോട്ടുണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൽ ഭരണം കിട്ടൂ എന്നുള്ളൊരു സത്യമാണ്. അതുകൊണ്ട് UDF-ഉം LDF-ഉം തമ്മിൽ പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുന്നു. എന്തിനാണ്? ഭരണഘടനയും സെക്കുലർ ലോസിനെയും എല്ലാം മറന്നുകൊണ്ട് നമുക്ക് മുസ്ലിങ്ങളുടെ വോട്ട് വേണം. പക്ഷേ ഈ പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ ലക്ഷ്യം അത് തന്നെയാണ്. പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാർ വിചാരിക്കുന്നത് ഇത് നമ്മുടെ ഒരു സ്ഥാപനമാണ്. അതായത് ദേവസ്വം ബോർഡ്, ഹിന്ദുക്കൾക്ക് ദേവസ്വം ബോർഡ് പോലെയുള്ള ഒരു സ്ഥാപനമാണ് മുസ്ലിങ്ങളുടെ വഖഫ് ബോർഡ് എന്നാണ് ഈ പാവങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. രണ്ടാമത് അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വഖഫ് ബോർഡ് വന്നിട്ട് മുസ്ലിങ്ങളുടെ പ്രോപ്പർട്ടി ഏറ്റെടുക്കില്ല എന്നാണ്. അവർ മിഥ്യാധാരണയിലാണ് അവർ ജീവിച്ചു വരുന്നത്. കാരണം പക്ഷേ ഇപ്പോൾ മനസ്സിലായി വരുന്നുണ്ട്. അല്ലെങ്കിൽ ഭാവിയിൽ മനസ്സിലാക്കും, കുഴപ്പമില്ല. കാരണം ഇന്ന് ഇന്ത്യയിലുള്ള ഇവിടെ തന്നെ ഈ മുനമ്പത്ത് തന്നെ ആ സത്താർ സേട്ടുവിൻ്റെ ചെറുമകൾ, അവരുടെ ഭൂമിയും ഇപ്പോൾ വഖഫ് ഏറ്റെടുക്കാൻ പോവാണല്ലോ. പിന്നെ മുക്കത്തുനിന്ന് ഒരു വ്യക്തി എന്നെ വിളിച്ചായിരുന്നു. പുള്ളിയുടെ ഇന്ന് ഉദ്ദേശം 8 കോടി ആസ്തി ഉള്ള ഒരു വസ്തു വഖഫ് കൊണ്ടുപോയി. അതിനുശേഷം അവർ ഇപ്പോഴുള്ള വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതിയും തള്ളിക്കളഞ്ഞു. ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോകണം എന്നും പറഞ്ഞ് അവരിയ്ക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ പണ്ടൊരു മുത്തവല്ലി വിറ്റതാണ്. അതായത് ഒരു വഖഫിൻ്റെ ഒരു മുത്തവല്ലി ഉണ്ടായിരുന്നു. മുത്തവല്ലി പൈസ വാങ്ങിച്ചിട്ട് ഈ പാവങ്ങൾക്ക് കൊടുത്തിട്ട് പോയി. പണ്ട് വലിയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ആ 1 ഏക്കർ പെരയിടത്തിൽ വന്നിട്ട് 18 കോടി രൂപ വിൽക്കുമെന്നാണ് എന്നോട് പറഞ്ഞത്. അതായത് ഇപ്പോൾ ഇവർ പറയും തെളിവില്ല എങ്കിൽ എടുക്കില്ല എന്ന്. നമുക്ക് താജ്മഹലിൻ്റെ കേസെടുക്കാം. അവിടുത്തെ UP-യിലെ സുന്നി വഖഫ് ബോർഡ് വന്നിട്ട് ഇതിനെ ഒരു വഖഫായി പ്രഖ്യാപിച്ചു. അതിനുശേഷം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സുപ്രീം കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്തിട്ട് പറഞ്ഞു ഇത് വന്നിട്ട് 1904 ഏൻഷ്യൻ്റ് മോണ്യുമെൻറ്റ്സ് പ്രിസർവേഷൻ ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത ഒരു വസ്തുവാണ്. അപ്പോൾ അതിനെ എടുക്കാൻ ഇവർക്ക് അവകാശമില്ല എന്ന് പറഞ്ഞപ്പോൾ അന്ന് ദീപക് മിശ്ര ചീഫ് ജസ്റ്റിസ്, ഇപ്പം പിരിഞ്ഞു പോയ ചന്ദ്രചൂഡ് സാർ, പിന്നെ വന്നിട്ട് ഖാൻവിൽക്കർ, ഈ 3 ജഡ്ജിമാരിരുന്നപ്പോൾ
ദീപക് മിശ്ര ചോദിച്ചു, അത് ശരി, അപ്പോൾ ഇത് വഖഫാണല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും ഒരു വഖഫ് നാമ, അതായത് ഡീഡ് കാണുമല്ലോ. അപ്പോൾ ഷാജഹാൻ്റെ ഒപ്പ് കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, അതൊന്ന് കൊണ്ടുവരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, അതുവരെ അവരെ കയ്യിൽ ഒരു എവിഡൻസും ഇല്ല. ആ ഓട്ടം വഖഫ് ബോർഡ് ഓടിയിട്ട് ഇതുവരെ തിരിച്ചു പോയിട്ടില്ല. സ്റ്റിൽ ദാറ്റ് കേസ് ഈസ് പെൻഡിങ് ആൻഡ് ദേ ആർ നോട്ട് പ്രസിങ് ഇറ്റ്. അപ്പം ഇവിടെ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഭരണഘടന അനുശാസിക്കുന്ന സെക്കുലർ നിയമങ്ങൾ ഒരു സൈഡിൽ, മുസ്ലിം ലാ അനുശാസിക്കുന്ന മതപരമായ ഒരു നിയമം മറ്റൊരു ഭാഗത്ത്. ഇത് തമ്മിലുള്ള ഏറ്റുമുട്ടലിലാണ് ഇവിടെ വന്നിട്ട് ഈ പൊട്ടലും ചീറ്റലും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഈ 107 പ്രകാരം, വഖഫ് ആക്ടിലെ 107 പ്രകാരം ഓവർ റൈഡിങ് എഫക്റ്റ് കൊടുത്തില്ലായിരുന്നു എങ്കിൽ ഇന്ത്യയിൽ ഇന്ന് 80% ഹിന്ദുക്കളും പിന്നെ ക്രിസ്ത്യാനികളും മറ്റു മതക്കാരും 20% മുസ്ലിങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ അടി കൂടിയാലും ജയിക്കാൻ പറ്റത്തില്ല. ഒരു അടിയിലേക്ക് ഇപ്പോൾ കാര്യം ഇത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഭാവിയിൽ അടി തന്നെ നടക്കും, ഇന്ത്യ മഹാരാജ്യം തകരും. അപ്പോൾ അതുകൊണ്ടാണ് വളരെ വിദഗ്ധമായിട്ട് വന്നിട്ട് ഈ ഇത് കൊടുത്തത്, ഓവർ റൈഡിങ് എഫക്റ്റ് കൂടെ കൊടുത്തു. അപ്പോൾ വന്ന് വഖഫ് ബോർഡിനെ നോക്കി ചൂണ്ടിക്കാണിച്ചാൽ മതി, അവർക്ക് തന്നെ ഒരു രേഖയും വേണ്ട, ഒരു ട്രിബ്യൂണൽ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആൾക്കാർ പെട്ടെന്ന് വിചാരിക്കും, കോടതിയിൽ നിന്ന് മാറ്റി ട്രിബ്യൂണലാക്കി. പക്ഷെ കോടതിയിലാണെങ്കിൽ സിവിൽ പ്രൊസീജിയർ കോഡും ഇന്ത്യൻ എവിഡൻസ് ആക്റ്റും ബാധകമാണ്. അതായത് നമ്മുടെ കയ്യിലുള്ള പട്ടയം, കരന്തീരുവ, പ്രമാണം, മുന്നാധാരം എല്ലാത്തിനും വാല്യൂ ഉണ്ട്. ഇത് പരിഗണിക്കാത്ത വഖഫ് ട്രിബ്യൂണലിൽ പോയിട്ട്, അതും ഒരു മുസ്ലിം മതപണ്ഡിതൻ്റെ മുന്നേ പോയിട്ട് ബാക്കിയുള്ള ഇവിടുത്തെ ബാക്കി മതക്കാർ പോയിട്ട് താണുകയാണ് അപേക്ഷിക്കേണ്ടി വരുന്ന ഒരു ഗതികേടെന്ന് പറഞ്ഞാൽ ഇതെന്തൊരു സെക്കുലർ ലാ ആണോ? അതെ. ഇതിനെ എതിർക്കാൻ ആരെങ്കിലും വരുന്നു എങ്കിൽ ആദ്യം ഭരണഘടന പഠിക്കണം, എന്നിട്ട് വഖഫ് ആക്റ്റും പഠിക്കണം. ഈ ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്ന ഇന്നിപ്പോൾ നമ്മുടെ ന്യൂനപക്ഷക്ഷേമ വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞത് ഈ ഭരണഘടനയ്ക്ക് അകത്ത് നിൽക്കുന്നതാണ് ഈ വഖഫ് നിയമം എന്നുള്ളതാണ്. അദ്ദേഹം ഭരണഘടനാ വിരുദ്ധമല്ല എന്ന് സംസ്ഥാനത്തെ ഒരു മന്ത്രി പറയാം. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ് ഈ ചാനലിൽ. ഇപ്പോൾ ഉള്ള ഭരണഘടനാ ഭേദഗതിയിൽ ഏതെങ്കിലും ഒരു അമെൻമെൻറ്റ്, പ്രൊപ്പോസ്ഡ് അമെൻമെൻറ്റ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് തെളിയിക്കാൻ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. അദ്ദേഹം വിളിക്കുന്നിടത്ത് ഞാൻ ചെല്ലാം ചർച്ചയ്ക്ക്, എല്ലാ പത്രക്കാരും വരും. ഒരു അമെൻമെൻറ്റ് ഭരണഘടനാ വിരുദ്ധമായിട്ട് ഇതിൽ കാണിച്ചു തരാമെന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹം പറഞ്ഞ് ശരിയാവും. ഞാൻ നാളെ മുസ്ലിമാവാം. അമെൻമെന്റ് ഭരണഘടനാ വിരുദ്ധമല്ല, പക്ഷെ നിലവിലുള്ളത് ഭരണഘടനാ വിരുദ്ധമാണ്. ടോട്ടലി ഭരണഘടനാ വിരുദ്ധം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സെക്കുലർ കൺട്രിയിൽ സെക്കുലർ നിയമങ്ങൾ ഉള്ള സ്ഥലത്ത് എങ്ങനെയാണ് ഒരു മുസ്ലിം മതത്തിനെ അടിച്ചേൽപ്പിക്കുന്നത്? അതെ അതെ അതെ. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിനെ വിശ്വസിച്ചോളൂ, ഓരോരുത്തരും അവരവരുടെ വിശ്വാസങ്ങൾ സംരക്ഷിച്ചോളൂ. ഞങ്ങളെ പിൻതലമുറക്കാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വസ്തു ഇന്ത്യയിൽ നിലവിലുള്ള സെക്കുലർ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സ്വായത്തമാക്കി. അതിന് ഇറങ്ങിപ്പോകാൻ പറയാൻ യവന്മാർക്ക് എന്താണ് അവകാശം? ഇപ്പം ഞാൻ തിരിച്ചെൻ്റെ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ വീട് വഖഫ് കൊണ്ടുപോയില്ലെന്ന് എനിക്കറിയില്ല. ആ ഒരു പരിസ്ഥിതിയിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. പരസ്പരം അടികൂടാൻ പറ്റാത്ത നിയമങ്ങളെ ഇന്ത്യയിൽ ഉണ്ടാക്കാവൂ. ഇത് വളരെ ബുദ്ധിപൂർവമായിട്ട് 1954 നെഹ്റു കൊണ്ടുവന്നു. ഇപ്പോൾ പറയുന്നു ഹിന്ദുക്കളെ അല്ലെങ്കിൽ നോൺ മുസ്ലിംസിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല എന്ന്. 1954 നെഹ്റു കൊണ്ടുവന്ന ആക്ട് വായിച്ചു നോക്കണം. അതിൽ നോൺ മുസ്ലിംസിനും ഇതിൽ മെമ്പേഴ്സ് ആവാറുണ്ട്. കാരണം എന്താണ്? നിയമപരമായിട്ട് വഖഫ് ബോർഡ് ഒരു മതസ്ഥാപനമല്ല. സംശയമുള്ളവർ 1993 AER 1993 KER 308 എടുത്ത് വായിച്ചു നോക്കണം. കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞു ഇതൊരു മതസ്ഥാപനം അല്ല. പിന്നെ ഈ ആക്ട് ഇപ്പോൾ പ്രൊപ്പോസ്ഡ് ആയിട്ടുള്ള അമെൻമെൻറ്റ്സ് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ നിലനിൽപ്പിനെ തന്നെ വളരെ പ്രതികൂലമായി ബാധിക്കാൻ പോണ ഒരു കാര്യമാണ്. കാരണം ആളെ മുട്ടിയ പാമ്പും കടിക്കും എന്നുള്ള അവസ്ഥയിൽ ജനങ്ങളെല്ലാം കൂടെ അങ്ങ് റോഡിലിറങ്ങും. ഇവിടെ പിന്നെ ആർക്കും പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലെത്തും.